വറുത്തത് അമ്മ എന്താടി പറഞ്ഞത്? മുട്ട തിളപ്പിച്ചത് വേണോ അല്ലെങ്കിൽ മറ്റേ ചിക്കിയത് വേണോന്ന്. ആ ചിക്കിയത് എനിക്ക് തിളപ്പിച്ചത് മതി അമ്മ. അപ്പൊ പിന്നെ ചോദിച്ചത്. ആ പിന്നെന്താണ് എടി അത് ഡ്രൈ ആയിടി. ഹായ് ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം, ഒരു ഹോം വ്ളോഗ് എന്നൊക്കെ പറയാം. അതാണിപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടത്. എനിക്കേ ഉള്ളൂ. എത്ര മണി? 10:30 കഴിഞ്ഞ ഗൈസ്. ഞങ്ങൾ കിടക്കുമ്പോൾ ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടക്കുമ്പോൾ ഏകദേശം 11:30-12 മണിയൊക്കെ ആവും. 12 മണി കഴിയുകയും ചെയ്യും. ഞാൻ 12 മണി കഴിയുള്ള 12 കിടക്കുന്നു. ഞാൻ ഇടയ്ക്ക് കഴിയാറുണ്ട്. അപ്പം എനിക്ക് അത്ര ഒന്നും ഇരിക്കാൻ പറ്റൂല. അപ്പം അതാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. ജാക്ക് മോർണിംഗ് ആയിട്ടില്ല, ഉറക്കമാണ്. കറണ്ട് ഇല്ല ഗൈസ്. അതാണ് അതെ, കറണ്ട് ഇല്ല. ചൂടെടുത്ത് ഞാൻ ഇടക്കിടക്ക് എണീക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിവേസ് കറണ്ട് വന്നിട്ടില്ല, എപ്പോൾ വരുമെന്നും അറിയില്ല. ലൈൻ ശരിയാക്കണമെന്ന് അപ്പം വന്നോളും. ഇത് മുകൾ എണീറ്റുള്ള ഒരു ഇതാണ് ഗൈസ്, മാറിക്കോളും. ഓക്കെ, ജാക്കിനെ കാണിച്ചു തരാം. നിങ്ങൾ എവിടെയോ കഴിച്ചിട്ട് വരാം ഗൈസ്. ഇപ്പൊ ജാക്കപ്പന്റെ കുര കേൾക്കാം ഗൈസ്. എന്തോ നല്ല മീനാണോ? ഉടുപ്പൂരി. എൻ്റെ പേര് ഉടുപ്പൂരി. ആരുടെ ഉടുപ്പൂരിയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ മീൻ്റെ പേര് ഉടുപ്പൂരി. പട്ടിക്കൊച്ചിന് എന്താണോ ട്രൈ കഴിക്കണം. സോ ഇവൻ്റെ രാവിലെ ഏറ്റവും വലിയൊരു പണിയെന്നല്ല, ഒരു ഇതാണ് ഗൈസ്. ഇവനെ നോക്കണത് എന്നുവെച്ചാൽ ട്രേ കഴുകണം, തുടയ്ക്കണം. തുടയ്ക്കണം, ഇത്തിരി പണിയാണ്. ഈ കുരുപ്പിനെ നോക്കാൻ, ഈ കുരുപ്പിനെ നോക്കാനേ ഇത്തിരി പണിയായി. തിരിയല്ല, നല്ല പണിയാണ്. എല്ലാ ഉറുമ്പിനെയും ഫുഡും വെള്ളവും എല്ലാം തട്ടി താഴെയിടും. ഇതാണ് ഈ കൂട്ടിലിരുന്ന് ഈ പണി അല്ലേ? അല്ലടാ സാരമേ, അല്ലടാ. അണച്ചുകൊണ്ടിരിക്കുകയാണ് ചെക്കന്. ചൂടെടുത്തിട്ട് നോക്കിയ നോക്കിയ അത് ചൂടെടുത്ത് ചാമുന്ന ഇതാണ്. സിപ്പിളാണ് കരണ്ട് വന്നത്. ഈ ട്രേ ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൂമിൽ കൊണ്ടിടും. അവിടെ ഇടുമ്പോൾ അവൻ കുറച്ച് നേരം AC-യിൽ കിടന്ന് നല്ല പോലെ കിടന്നുറങ്ങിക്കോളും. അല്ലേ കുരുപ്പേ? പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ജാക്കിനൊരു 12:30 ആകുമ്പോൾ ഫുഡ് കൊടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ആലോചിക്കേണ്ടാവും എൻ്റെ ചുണ്ടെന്തോ ഇവിടെ ഒരു ബ്ലാക്ക് കളറൊന്നും.
ഇത് എനിക്ക് തണുപ്പ് കൂടുമ്പം എനിക്ക് സാധാരണ ഡിസംബർ മാസമാണ് ഇത് സ്റ്റാർട്ടിങ്. ഡിസംബറിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തതാണിത്. ചൂട് കൂടുന്നത് തണുപ്പ് കൂടുമ്പോൾ എനിക്ക് വരുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ വർഷം തൊട്ടാണ് എനിക്ക് ഇങ്ങനെ തുടങ്ങിയത് കേട്ടോ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷവും ഉണ്ട്. എനിക്ക് തണുപ്പ് ഭയങ്കരമായിട്ട് കൂടിയ ഈ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് മാറും എന്നാണ്. ഇപ്പം എനിക്കിത് കുറഞ്ഞു വരുന്നുണ്ട്. നേരത്തെ ഒന്ന് കുറഞ്ഞതാ, പിന്നെയും എന്തോ പനിയല്ല, തണുപ്പെന്തോ കൂടിയിട്ട് പിന്നെയും വന്നതാണ്. അപ്പം അതാണ് എൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ബ്ലാക്ക്. അപ്പം അത് ചില സമയത്ത് ചില ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അത് ഫീൽ ചെയ്യൂല, ചിലതൊക്കെ ഇടുമ്പോൾ നല്ല രീതിക്ക് അത് എടുത്ത് നിൽക്കും. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ഗൈസ്. അത് ഈ തണുപ്പ് എനിക്ക് ഒട്ടും പറ്റും, പക്ഷേ ഈ ചുണ്ടിൻ്റെ കേസ് അത് പറ്റില്ല. അപ്പം അതാണ് ഗൈസ്, അതെനിക്ക് ഇഷ്ടമല്ല കുന്തം വന്നത്. അങ്ങനെ ഇനി കുറച്ച് നേരം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കാണും. അതാണ് ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ കാണിക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജാക്കപ്പൻ ഫുഡ് കൊടുക്കാൻ സമയമായി. ജാക്കിൻ്റെ ഫുഡ് ഇങ്ങനെ ഒരു ബൗളിൽ ഒരു ഡപ്പയിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കും. എന്നിട്ട് അവനത് കൊടുക്കും. പക്ഷെ അവൻ കഴിച്ച് വരുമ്പോൾ ഒരു നേരമാവും. ഇല്ലേടാ, ഇവിടെ നോക്ക് മള്ള് ഇത്രത്തോളം ഫുഡൊന്നും കൊടുക്കില്ല. ഇച്ചിരി ഫുഡ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അല്ലേടാ, അവന് വായിൽ വെച്ച് കൊടുത്താൽ പോരുമ്പോൾ തുപ്പിക്കളയും. എന്തോ ഒരു വഴക്കാണ് ഗൈസ്. എനിക്ക് കൊച്ചുപോ ഞാൻ മക്കിച്ചേക്കണ ചിച്ചി മക്കിച്ചേക്കണ എന്താണ്. കൈ പിടിക്കാനൊന്നും ഇഷ്ടമല്ല, ഒളിപ്പിച്ച് വെക്കും. കണ്ട, കൈ പിടിക്കാൻ ഇഷ്ടമല്ല, ഒളിപ്പിച്ച് അങ്ങനെ വെക്കും. ഓക്കെ, ഇതുകൊണ്ട് വെക്കട്ടെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കണം ഗൈസ്. വാ, മീൻകറി മതി. ഇന്നത്തെ ഫുഡാണ് മീൻകറി, മീൻ ഫ്രൈ, പിന്നെ ചമ്മന്തിയും. അവിടെ അമ്മ ഒച്ച വെക്കാണ് ഗൈസ്. പപ്പൂട്ടിനെ വിളിച്ചിട്ട് പപ്പു കേട്ടില്ല. അപ്പോൾ പപ്പൂട്ടിക്ക് ഇത്തിരി ചീത്ത കിട്ടിയിട്ട് ഇപ്പം വരും, ഇങ്ങ് വരും. ജാക്കപ്പൻ അവിടെ കിടക്കുകയാണ്. നമുക്ക് കഴിക്കാൻ ഗൈസ്, കഴിച്ചിട്ട് വരാം. പപ്പൂതേ ചമ്മന്തി ഒന്നും എടുത്തില്ല, അതങ്ങനെ ആയിരിക്കും. ഞാൻ ഇങ്ങനെ അയ്യോ കഴുത്ത് മുകളിൽ ഞാൻ പറഞ്ഞത് മുഖത്തെയാണ് നിന്ന് തേക്കാൻ. മുഖത്തോടെ എണ്ണ ഇട്ട് നിൽക്കണം. ആ എണ്ണ മതി. കുറച്ച് എണ്ണ വെച്ചോ തലയില. ഷാക്കപ്പൻ്റെ ആസ് യൂഷ്വൽ ഫുഡും കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഉറക്കം. നമ്മുടെ പപ്പൂട്ടി എന്തെടുക്കുന്നു? വഴക്കിലാണോ എൻ്റെ കുഞ്ഞി പപ്പിളി? പഠിക്കണേണ് എൻ്റെ പപ്പു. എൻ്റെ പപ്പു പോക്കൂലു. പപ്പു എന്ത് പറ്റി പപ്പു? എൻ്റെ ചോക്കരൊക്കെ ഇഞ്ചി പറ്റി. എൻ്റെ പെൻസിൽ ഇങ്ങനെ ആടി. അങ്ങനെ നമ്മൾ ലുലുവിലെത്തി. നമ്മളങ്ങനെ ഡ്രസ്സ് വാങ്ങിയിട്ട് ഇറങ്ങി. എനിക്കിഷ്ടമുള്ള പോലത്തെ ഒരെണ്ണം കിട്ടി. നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോണേന്. അങ്ങനെ ഫാഷൻ സ്റ്റോറിൽ വന്നിട്ട് കുറച്ച് ടോപ്പ് കാര്യങ്ങളെടുത്ത് എനിക്കിപ്പോൾ പൊട്ടിക്കും. പിന്നെ അമ്മക്ക് നോക്കുകയാണ്.
കുറച്ച് കഴിയുമ്പോൾ അപ്പ വരും. പിന്നെ ഫുഡ് ചെയ്യാൻ പോകണം. ഒരു 4 ചൂടി എടുത്തിട്ടുണ്ട്. എനിക്ക് 2, അവൾക്ക് 2. നമുക്ക് പോവാം ഗൈസ്. തീർന്നാമിത്. ചോക്ലേറ്റ് ഷേക്ക് ഉണ്ട്, ബർഗർ ഉണ്ട്, ചിക്കൻ ഉണ്ട്. മാറും ഫ്രണ്ട്. കാണിച്ചു തരാം. ചേച്ചി വന്നേ. ഓക്കെ ഗൈസ്, എന്താ ഫാഷൻ സ്റ്റോറി? ഹായ് ഗൈസ്. അപ്പം നമ്മൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇപ്പോൾ കുട്ടി അവിടെ ഫോൺ കുത്തിക്കൊണ്ടിങ്ങനെ ഇരിക്കുന്നു. ചെക്കപ്പൻ അവിടെ രാത്രി ഇപ്പം എത്ര മണിയായി? 10:20 ഗൈസ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. ഇല്ല, കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഇത് ഒരു സിനിമ നമ്മൾ വെച്ചിട്ടുണ്ട് ZEE5 സിറി അങ്ങനെ സിറി. അപ്പം നീലോത്തി ആ പാട്ടിൻ്റെ സിനിമയാണ്, സിറി എന്നാണെന്ന് തോന്നുന്നു. അപ്പം അത് വെച്ചിട്ടുണ്ട്. അതിരുന്ന് ഇങ്ങനെ കാണും. അതിരുന്ന് കണ്ടിട്ട് അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഗൈസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ അത്രയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് സിനിമ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനും അമ്മയും മാത്രമായിരിക്കും ഇരിക്കണം. ഇപ്പോൾ 11 മണിയാവാൻ പോണ്. ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു ആക്ച്വലി ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഒരു ഹോം വ്ളോഗ് എന്നാണ് പറഞ്ഞത്. പുറത്തുനിന്ന് അറിയില്ലായിരുന്നു. ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കറക്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഹോം വ്ളോഗ് ഞാൻ വേറെ ആയിട്ട് എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും എടുക്കാം. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ ചെറിയ മാക്സിമം ഇത്തിരി ലെങ്ത്ത് കൂടുതൽ ഉണ്ടാവുമെന്നറിയില്ല. എന്തായാലും എല്ലാവരും മുഴുവൻ കാണാം. ഓക്കെ, അമ്മ അവിടെ അടുക്കളയിലത്തെ ശബ്ദം കൊണ്ടാണ് ഗൈസ് ഫുള്ള് കേൾക്കുന്നത്. പിന്നെ അത് ജാക്കപ്പൻ ഫുഡൊക്കെ കഴിച്ച് എൻ്റെ കുഞ്ഞപ്പൻ അവിടെ ഇങ്ങനെ ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല. അവന് തോന്നണം ഗൈസ് കഴിക്കണം എന്നുള്ളത്. പിന്നെ അത് ഇപ്പം മഴയുണ്ട്. എന്താണ് ഇവിടെ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത് എന്തിന് ഗൈസ്? എനിക്കറിയില്ല, എനിക്ക് ഒന്നും പറയണ്ട. അപ്പം എന്തെങ്കിലും പറവൂ? ഒന്നും പറയില്ല. ഈ കണ്ണട വെച്ചിട്ട് പപ്പൂട്ടിയാണെങ്കിൽ ഒരു വായ തുറക്കണില്ല ഇപ്പം. ഓക്കെ, ഞാൻ വായ തുറന്നാ കുറ്റം, തുറന്നില്ലെങ്കിൽ കുറ്റം. തുറന്നില്ലല്ലോ നീ. ഇല്ല, അതില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ ഇനി ഒരു ചാലഞ്ച് വീഡിയോ ഒക്കെ ആയിട്ട് എന്തായാലും വരാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചാലഞ്ച് വീഡിയോ. ഞങ്ങളുടെ ചാലഞ്ച് വീഡിയോ TV-ൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഞങ്ങളുടെ അപ്പയമ്മ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഒരു വീഡിയോ ഇരുന്ന് വ്ളോഗ് ഇരുന്ന് കാണുന്നത്. എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു. അപ്പം അതാണ് ആദ്യമായിട്ട് നമ്മൾ എടുത്തേക്കണ വ്ളോഗെല്ലാം. അത് ചാലഞ്ച് എനിക്ക് മര്യാദക്ക് ഇഷ്ടപ്പെടാൻ. അല്ലാതെ കുഞ്ഞിനാളെടുത്താണെങ്കിൽ ഇപ്പം കാണുമ്പോൾ അപ്രീ കൂട്ടങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ. നമ്മൾ ഇനി വേറെ നല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാം ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വേറെ ഒന്നും കാണിക്കാനില്ലേ. ഇനി നമ്മൾ കുറച്ച് നേരം ഇരിക്കുക, എന്നിട്ടൊരു 11:30-12 മണിയൊക്കെ ആയപ്പോൾ കിടന്നുറങ്ങും ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ 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 ബൈ. ഓക്കെ.